ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഏറ്റവും വലിയ സിനിമ യെസ്, കൽക്കി 2898 AD. യെസ്. പ്രഭാസ്, കമൽ ഹാസൻ, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ. സംഭവ ബഹുലാണ്. DQ, മൃണാൾ താക്കൂർ. കാവ്യാണോ? എല്ലാരും പറയണ്ടേ, പറയുമ്പോ എല്ലാരും വേണോ? DQ, മൃണാൾ താക്കൂർ, ശോഭന, അന്നാബൻ, പിന്നെ നമ്മുടെ വിജയ് ദേവരകൊണ്ട, SS രാജമൗലി, പശുപതി. എന്തായാലും കാസ്റ്റിംഗ് കൊണ്ടും പിന്നെ മുടക്കിയ മുതൽ കൊണ്ടും എന്തായാലും സിനിമ ഒരു വലിയ സിനിമയാണ്. അതൊരു സത്യം. ഇനിത് തിയേറ്ററിൽ പോയി കണ്ടിട്ട് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും 10:45 നമ്മുടെ ഷോ. 10:45 ഷോ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. എന്തായാലും കമൽഹാസൻ വില്ലൻ അല്ലേ? അമിതാഭ് ബച്ചൻ മറ്റൊരു വില്ലൻ. അമിതാഭ് ബച്ചനും അപ്പം ഒരു പ്രഭാസ് വില്ലനല്ലേ? ഒരു പ്രഭാസ്. എത്ര വില്ലന്മാരാ മൊത്തത്തില്? കുറെ വില്ലന്മാരുണ്ട്. അത് കലിക്കാണല്ലോ, കലിയുഗാണല്ലോ. തീർച്ചയായിട്ടും ഇതൊക്കെ കലിയുഗത്തിൽ പെടും കേട്ടോ. അപ്പോൾ കൽക്കിയുടെ അവതാരം എത്തുന്ന സമയത്ത് അത്രത്തോളം അഡ്വാൻസ് ആയിട്ടുണ്ട് ലോകം. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന ഒരു സംഭവബഹുലമായ കാര്യങ്ങളായിരിക്കും അന്ന് വിചാരിക്കാം. പിന്നെ എന്താണെന്ന് അറിയോ, ഈ ഇങ്ങനത്തെ ഹൈപ്പൊക്കെ വെച്ച് നമ്മൾ പല സിനിമയ്ക്കും പോയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും കണ്ടു കഴിഞ്ഞപ്പോൾ സംഭവിച്ചിട്ടുള്ളത് മറ്റൊന്നായിരുന്നു. ഇതെന്തായാലും അങ്ങനെ സംഭവിക്കൂല തന്നെയാണ് പ്രതീക്ഷ. അത് തീർച്ചയായിട്ടും അത് അന്ന് പോകുമ്പോഴും അതൊക്കെ തന്നെയായിരുന്നു. നാഗേഷനിലാണ് പ്രതീക്ഷ ഉള്ളത്. തീർച്ചയായിട്ടും മഹാനടി. പിന്നെ അതിന് മുൻപ് ഒരു ബ്ലോക്ക് ബസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും 2 സിനിമക്ക് ശേഷം ആളുടെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ, ആവും എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. സത്യമായിട്ടും നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ട്രെയിലറുകളാണെങ്കിലും രണ്ടാമത് വന്ന ട്രെയിലറാണെങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ആഗ്രഹം പോലത്തെ ഒരു സിനിമ കാണാൻ പറ്റി. നമ്മൾ ആഗ്രഹിച്ച സിനിമയാണ്. പ്രത്യേകിച്ച് മഹാഭാരതം, അതായത് മഹാഭാരതത്തിന്റെ ടച്ചിൽ കഥ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ചെറിയ സൂചനകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അശുദ്ധാത്മാവിൻ്റെ മരണവും കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിൻ്റെ ട്രെയിലറിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതെന്തായാലും ഉണ്ടാവും. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് അമിതാഭ് ബച്ചൻ. ആളുടെ നമുക്കറിയാം, ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടതാണ് പെർഫോമൻസ്. ആളുടെ കിടിലൻ പെർഫോമൻസ് കാണാൻ പറ്റും. പിന്നെ പ്രഭാസിന്റെ തിരിച്ചുവരവ്. പ്രഭാസ് അവിടെ വെക്കട്ടെ. കമൽ ഹാസൻ അത് ഒരു 1.5 ഐറ്റം ആയിരിക്കും. ആളുടെ മേക്ക് ഓവർ തന്നെ നമ്മളെ ഞെട്ടിച്ചൊരു സംഭവമാണ്. പിന്നെ പ്രഭാസിന്റെ ഒരു തിരിച്ചുവരവ് തന്നെ ആയിരിക്കും സിനിമ. പ്രഭാസിന് 5 or 6 ക്യാരക്ടറുകൾ ഇതിലുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതെ, നമ്മളറിഞ്ഞത് 2 എണ്ണമായിരുന്നു. ഇനി അതിൽ കൂടുതൽ ഉണ്ടാവുമല്ലോ എന്നൊക്കെ സിനിമ കാണുമ്പോൾ അറിയുള്ളൂ. അങ്ങനെ പറയുന്നുണ്ട്, എന്താന്നുള്ള അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും കാത്തിരുന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്യാണ്. റിലീസിന് ശേഷം ഞങ്ങൾ വരുന്നതായിരിക്കും. പിന്നെ മലയാളത്തിൽ നിന്ന് ശോഭന, അന്നാബൻ. അന്ന അത്യാവശ്യം നല്ല റോളാണ് തോന്നുന്നു. കാരണം കാമിയോ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ആള് പറഞ്ഞത് കാമിയോ എന്നുള്ള രീതിയിലാണ്. അത് അന്നാബൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു. പിന്നെ ശോഭനക്ക് കാമിയോ റോളാണ്, തകർക്കും. പിന്നെ DQ എന്തായാലും സിനിമയിൽ ഉണ്ടാവും, ഞങ്ങൾ ഗ്യാരണ്ടി. അതാണ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്താണ്, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. പോയി എൻജോയ് ചെയ്തിട്ട് വരാം. കരയാതിരുന്നാൽ മതിയായിരുന്നു. നിരാശപ്പെടാതെ.